ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഉച്ചയൂണ് തയ്യാറാക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ബീൻസ് തോരനാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ വൃത്തിയായിട്ട് കഴുകി ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ തോരൻ എപ്പോഴും ഈ ചോപ്പറിനകത്തിട്ട് എടുക്കുക ചെയ്യുന്നത്. അതാകുമ്പോൾ എളുപ്പമുണ്ട്, ഈസിയായിട്ട് നമുക്ക് തോരന് വേണ്ടുന്ന രീതിക്ക് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഞാൻ ചോപ്പറിനകത്തിട്ട് നല്ല അടിപൊളിയാക്കി തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തു. അതിനുശേഷം കുക്കറിൽ ചോറ് വെച്ചു. ചോറിപ്പം ആവിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടേക്കാം. പിന്നെ ഒരു ചട്ടിയിൽ ഒരു എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നു ഈ തോരനിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനകത്ത് കറിവേപ്പിലയും പിന്നെ ബീൻസ് അരിഞ്ഞതും കൂടെ അതിനകത്തോട്ടിട്ട് ശകലം വെള്ളം കൂടെ ഒഴിക്കും. വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് അടച്ചു വെച്ച് വേവിക്കും. അടുത്തത് കഴുത്തങ്ക എടുത്തു. അതെടുത്ത് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് എടുത്തു. അതിനിടയ്ക്ക് തന്നെ തോരൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ചേർത്ത് തേങ്ങയും ഇച്ചിരി പച്ചമുളകും ഒക്കെ അരച്ചത് ചേർത്തു. പിന്നെ കഴുത്തങ്ക നല്ലതുപോലെ മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞെടുത്തു. അപ്പോൾ തോരൻ റെഡിയായിട്ടുണ്ട്. തോരൻ റെഡിയായി കഴിഞ്ഞ് പിന്നെ ഞാൻ അത് പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ പിന്നെ കഴുത്തങ്കയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് കടുവിട്ട് പൊട്ടിച്ചിട്ട് കഴുത്തങ്കയും 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞത് നമ്മളതിനകത്തോട്ട് ചേർക്കും. കറിവേപ്പിലയും കൂടി. അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതുപോലെ അടച്ചു വെച്ച് നമ്മൾ വേവിക്കും. അങ്ങനെ ഒരുവിധം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കും. ആദ്യമൊന്ന് വെന്തായി കഴിഞ്ഞിട്ട് പകുതി വേഗമാകുമ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അത് റെഡിയായി വന്ന സമയത്തിന് അരി തിളച്ച് അതിൻ്റെ ആവിയൊക്കെ പോയി ഞാനങ്ങനെ കുക്കറിൽ നിന്ന് മാറ്റി ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴുത്തങ്ങ നോക്കിയപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കും. വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഏകദേശം കഴുത്തങ്ങ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി. മെഴുക്ക് വരട്ടി ഇത് പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അടുത്തത് മീനെടുത്തു. ഒരു കഷ്ണം എടുത്ത് വറുക്കാനായിട്ട് വെച്ചു. അത് എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് ചതച്ചെടുത്തു. അത് നന്നായിട്ട് ചതച്ചിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അത് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പം അത് വറുത്തെടുത്തു. ഞാൻ വിചാരിച്ച് ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തു. തേങ്ങ, ഇച്ചിരി ഉപ്പ്, പിന്നെ അതിലേക്ക് നമ്മൾ വാളം പുളിയും പച്ചമുളക് ഇഞ്ചിയും കൂടെ ചേർത്തു അരയ്ക്കാമെന്ന് ഓർത്തു. അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് ഒരടിപൊളി ചമ്മന്തിയും കൂടെ അരച്ചു. അതിനുശേഷം പാത്രത്തിലേക്ക് ചോറെടുത്തു. ചോറ് നല്ല ചൂട് കുത്തരിയുടെ ചോറ്. അതിനുശേഷം അതിലേക്ക് കഴുത്തങ്ക മെഴുക്ക് പുരട്ടിയതാണ് എടുത്തത്. അതിനുശേഷം ബീൻസ് തോരൻ എടുത്തു. ബീൻസ് തോരനും ചമ്മന്തിയും മീൻ വറുത്തതും. അപ്പോൾ ഇത്രയും സാധനമായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. നല്ല അടിപൊളി ഉച്ചയൂണായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.